എല്ലാവർക്കും ഡയറക്റ്റ് ഹോം BSc ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 94/2024 LDC തിരുവനന്തപുരം ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കാലഗണനാക്രമം ഏത്? വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഇതിൻ്റെ ഉത്തരം വന്നിട്ട് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ചാന്നാർ ലഹളയാണ് ആദ്യം നടന്നത്. അത് കഴിഞ്ഞ് മലബാർ കലാപം, തുടർന്ന് വൈക്കം സത്യാഗ്രഹം, ഏറ്റവും ഒടുവിൽ നടന്നതാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അത് 1936 രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്നത് ജാലിയൻവാല ബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 അടുത്തത് 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. നാലാമത്തെ പ്രസ്താവന, രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ചായിരുന്നു. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്, ബാക്കിയെല്ലാം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോ ആയി ബന്ധമില്ലാത്തത് ഏത്? 1949 ഇത് സ്ഥാപിതമായത്. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റായിട്ട് ഉള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് ചൈനയുടെ അംഗത്വ പ്രവേശനം, ചൈന ഇതിലൊരു അംഗമല്ല, അപ്പം അത് തെറ്റാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 4 തെറ്റാണ്. ഇതിൻ്റെ ആസ്ഥാനം ജനീവയല്ല. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് 3 മാത്രമാണ്. അതായത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അതായത് 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്, ബാക്കി എല്ലാ ജോഡികളും ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. 1988 ജാനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത്ത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? പ്രസ്താവന 1 എന്നത് ഇത് രൂപീകരിച്ചത് 1953 ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെട്ടു. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ ഒഴികെ എല്ലാം തന്നെ ശരിയാണ്.
അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴ്ന്ന പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. അളകാനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ബി ആണ്. അതായത് 2, 3 തെറ്റായ പ്രസ്താവനകൾ. 1, 3 തെറ്റായ പ്രസ്താവനകൾ. 2, 4 ശരിയായിട്ടുള്ളവയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഓപ്ഷൻ അളകാനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. മറ്റ് 2 ഓപ്ഷനുകളും തെറ്റാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമേത്? ഉത്തരം ഓപ്ഷൻ ഡി. അഗുൽഹാസ് പ്രവാഹമാണ് ശരിയായ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് 1, 4 ശരിയായിട്ടുള്ളവ. മറ്റു 2 തെറ്റാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിഷ് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അതുപോലെ സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ബാക്കി 2 ഓപ്ഷനുകളും തെറ്റാണ്. 10ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. ഹറിക്കെയിൻ എന്നാണ് അറിയപ്പെടുന്നത് ഇവർ. 11ാമത്തെ ചോദ്യം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാതയാണ് NW3. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 12ാമത്തെ ചോദ്യം നോക്കാം. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയം വഹിച്ച രാജ്യമേത്? 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? 1ാമത്തെ പ്രസ്താവന: ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. 13ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയല്ലാതെയുള്ളത്. ബാക്കി 1, 2, 3 എന്നിവ ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്നുള്ളത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. നമുക്ക് 14ാമത്തെ ചോദ്യം നോക്കാം. ഗോതമ്പ്, നെല്ല്, ചോളം, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉത്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്.
അതായത് 1-ാം സ്ഥാനത്ത് നെല്ല്, 2-ാം സ്ഥാനത്ത് ഗോതമ്പ്, 3-ാം സ്ഥാനത്ത് ചോളം, 4-ാം സ്ഥാനത്ത് പയർ വർഗ്ഗങ്ങൾ. നമുക്ക് 15-ാമത്തെ ചോദ്യം നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. പ്രസ്താവന 1 ഇങ്ങനെയാണ്: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. പ്രസ്താവന 2 ഇങ്ങനെ പറയുന്നു: 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് എന്നത് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 2 പ്രസ്താവനകളും ശരിയാണ്. 16-ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഘടന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? ബാങ്ക് ദേശസാൽക്കരണം, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, 500,000 നോട്ടുകളുടെ നിരോധനം, ഭൂപരിഷ്കരണം. ഇതിൻ്റെ ശരിയായ ക്രമം എന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതുപ്രകാരം ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. അതിനുശേഷമാണ് ഭൂപരിഷ്കരണം വന്നത്. തുടർന്ന് ബാങ്കുകളുടെ ദേശസാൽക്കരണം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ 500,000 നോട്ടുകളുടെ നിരോധനം ഏർപ്പെടുത്തി. പതിനേഴാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചു ശരിയായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1: സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന 2: രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12-ാം പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് പ്രസ്താവന 1, 2 ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1-ന്റെ വിശദീകരണമാണ്. നമുക്ക് 18-ാമത്തെ ചോദ്യം നോക്കാം. നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. 18-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി പ്രകാരം അടൽ ഇന്നൊവേഷൻ മിഷൻ എന്നത് സംരംഭകത്വം, നവീനാശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക എന്നതാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ 2 മെഥനോൾ സമ്പദ്ഘടന എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക എന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു മിഷനാണ്. 3-ാമത്തത് സഹകരണ ഫെഡറലിസം എന്നാൽ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ സംരംഭമാണ്. 4-ാമത്തത് ശൂന്യ ക്യാമ്പയിൻ, അതായത് സീറോ ക്യാമ്പയിൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് 19-ാമത്തെ ചോദ്യം നോക്കാം. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1-ാമത്തെ പ്രസ്താവന: സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. 4-ാമത്തെ പ്രസ്താവന എന്നത് ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ
സംരക്ഷിക്കുക. 19ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് 1, 3 പ്രസ്താവനകൾ ശരിയും 2, 3 ശരിയാണ്. പ്രസ്താവന 1, 4 ശരിയല്ല. നമുക്ക് 20ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ അധ്യക്ഷനായിരുന്നു. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി 1946 ആഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. ശരിയായ വസ്തുതയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ വസ്തുത എന്ന് പറയുന്നത് 1, 3 മാത്രമാണ്. അതായത് അംബേദ്കർ ആയിരുന്നു അധ്യക്ഷൻ. അതുപോലെ 7 അംഗ സംഘത്തെ രൂപപ്പെടുത്തിയ കമ്മിറ്റിയാണ്.